പ്രണയമഴ പ്രളയമഴയാക്കിയ മലയാളി. സിമ്പിളാണ്. പ്രണയമഴ പ്രളയമഴ മലയാളി. 3 വാക്കിൽ എഴുതാം. പ്രകൃതി ഉണ്ടായ കാലം മുതൽ പ്രകൃതിക്ക് പ്രതിഭാസങ്ങളുണ്ട്. ഈ ജാമ്യം എടുത്തുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. സൂര്യനും വായുവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാറ്റും കടലും തിരമാലയും വെള്ളവും മണ്ണും അന്തരീക്ഷവും കാർബൺ ഡൈ ഓക്സൈഡും ഉൾപ്പെടെയുള്ള വാതകങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം, ഭൂമി സൂര്യനെ കറങ്ങുന്നിടത്തോളം കാലം, കാർബൺ ചക്രവും നൈട്രജൻ ചക്രവും ഫോസ്ഫറസ് ചക്രവും ഓക്സിജൻ ചക്രവും ജലചക്രവും ഉള്ളിടത്തോളം കാലം, ആ ഡൈനാമിസം അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ഭൂമിക്ക് കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടേയിരിക്കും. ഒരു തർക്കവുമില്ല. ക്ലൈമാറ്റിക് വേരിയബിലിറ്റി ഈസ് എ പ്രോസസ് ഓഫ് ദി ബൈ പ്രോഡക്റ്റ് ഓഫ് നാച്ചർ. പ്രകൃതിയുടെ ഭൗതിക രാസ ജൈവിക പ്രതിപ്രവർത്തനങ്ങളുടെ പാരസ്പര്യത്തിൻ്റെ ബാക്കിപത്രമാണ് കാലാവസ്ഥ വ്യതിയാനം, ക്ലൈമാറ്റ് വേരിയബിലിറ്റി. അതാണ് മഴ, മഞ്ഞ്, വേനൽ, ചൂട് തുടങ്ങിയ എല്ലാം. വസന്തകാലം, ശിശിരകാലം, ഹേമന്തകാലം, ഗ്രീഷ്മകാലം എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത കാലങ്ങൾ. അതിന് നിയതമായ സമയമുണ്ട്, നിയതമായ രീതിയുണ്ട്, നിയതമായ സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അത് മാറി കാലാവസ്ഥ മാറ്റത്തിലേക്ക് പോയി, ക്ലൈമാറ്റ് ചേഞ്ചിലേക്ക് പോയി. ആ ക്ലൈമാറ്റ് ചേഞ്ച് ക്ലൈമാറ്റ് ക്രൈസിസിലേക്ക് പോയി. ആ ക്ലൈമാറ്റ് ക്രൈസിസ് ഇപ്പോൾ ക്ലൈമാറ്റ് റെസിലൻസിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഇത് വളരുകയാണ്. അപ്പോൾ ക്ലൈമാറ്റിക് വേരിയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് പോയി ക്ലൈമാറ്റ് ചേഞ്ച് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്ന് അതിൻ്റെ ഹയർ സൂപ്പർലേറ്റീവായിട്ടുള്ള ക്ലൈമാറ്റിക് റെസിലൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ വീഡിയോ പരിശോധിക്കുന്നത് മലയാളിക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ്. 1342 ഇവിടെ വലിയ മഴ വന്ന് പ്രളയമുണ്ടായി. കൊടുങ്ങല്ലൂരിലെ മുസിരീസ് പട്ടണം എന്ന് നമ്മൾ വിളിക്കപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിലെ പോർട്ട്, വലിയൊരു പോർട്ട്, തുറമുഖം ഇല്ലാതായിട്ടുണ്ട്. 1924 പ്രളയത്തിൽ വലിയ തോതിലാണ് മൂന്നാറിലും കേരളത്തിലും വലിയ പ്രളയമുണ്ടാക്കിയത്. ഒരുപാട് ആളുകൾ മരിച്ചു. പക്ഷെ മൂന്നാറിലെ പ്രളയം ട്രിഗർ ചെയ്തതിൽ, അതിനെ വലുതാക്കിയതിൽ, മൂന്നാറിൽ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയ ഒരു ഡാമും കൂടി, ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ഡാം, അതായത് ഇടുക്കി ഡാമല്ല, കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ഡാമും കൂടി, ഒരു തടയണ കൂടി കാരണമായിട്ടുണ്ടെന്ന് പിന്നെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, മറ്റ് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ട്. അതിശക്തമായ മഴ വന്നതുകൊണ്ടാണ്, 3-4 ദിവസം തുടർച്ചയായി മഴ നിന്നതുകൊണ്ടാണ്. എന്നാൽ 3-4 ദിവസം തുടർച്ചയായി മഴ നിൽക്കാതെ ചെറിയ ദിവസങ്ങളിൽ മഴ നിൽക്കുമ്പോഴും വലിയ പ്രതിസന്ധി എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു? മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നതിൽ മലയാളിക്ക് വല്ല പങ്കുണ്ടോ? മീഗറായിട്ടുള്ള പങ്ക് എന്ന് പറയാൻ പറ്റും. പക്ഷേ പ്രളയമുണ്ടാക്കുന്നതിൽ കുറച്ചുകൂടി പങ്കുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്താണ് നമ്മുടെ പങ്ക്? ഒന്ന്, ഭൂവിനിയോഗത്തിൽ, പിന്നെ ഉരുൾപൊട്ടലിലും നമുക്ക് കുറച്ച് പങ്കുണ്ട്. ഉരുൾപൊട്ടലിൻ്റെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിൽ നമുക്ക് കുറച്ച് പങ്കുണ്ട്. ഒന്ന്, ഭൂവിനിയോഗത്തിൽ നമുക്ക് ഒരു ധാരണയുമില്ല. ഓരോ സ്ഥലത്തെ ഭൂമിയും എങ്ങനെ വിനിയോഗിക്കണം, എന്തിന് വിനിയോഗിക്കണമെന്ന് നമുക്കൊരു ധാരണയുമില്ല. അങ്ങനെ സർക്കാർ ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുമില്ല. സർക്കാർ ഒരു ഡിസൈൻ ഉണ്ടാക്കി താഴേക്ക് കൊടുത്തിട്ടുമില്ല. ഇത് ഇന്ന ഭൂമിയാണ്, ഈ ഭൂമിയിൽ ഇന്ന കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കൃഷിയെ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇന്ന പ്രിക്കോഷൻ എടുക്കണം, ഇന്നിടത്തെ താമസിക്കാവൂ. അങ്ങനെ ഒന്നും നമ്മൾ ഒരു പ്രോട്ടോക്കോളും ഭൂവിനിയോഗത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. കെട്ടിട നിർമ്മാണ രീതിയിൽ നമുക്കൊരു ധാരണയുമില്ല എന്നുള്ളതാണ് അടുത്ത വിഷയം. ഫ്ലഡ് പ്ലെയിനുകളിൽ കൃത്യമായി എല്ലാ വർഷവും ഫ്ലഡ് ഉണ്ടാകുന്ന, ചെറിയ മഴയത്തോളം ഫ്ലഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെച്ചിട്ടുണ്ട്. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും ആളുകൾ കൊണ്ട് വീട് വെച്ചത്, പക്ഷേ വച്ചിട്ടുണ്ട്. പുറമ്പോക്കുകളൊക്കെ രാജ്ഞിയുടെ കാലത്ത് പുറമ്പോക്ക് വരെ കൊടുത്തത് നദീതീരങ്ങളിലൊക്കെയാണല്ലോ, തോടിൻ്റെ തീരങ്ങളിലൊക്കെയാണ്. അവിടെയാണ് വേസ്റ്റ് ലാൻഡ് കിടന്നത്, പിന്നെ തരിശുഭൂമി കിടന്നത്. അതുകൊണ്ട് കൊടുത്തു. പട്ടയ ഭൂമി ഇല്ലാത്ത സർക്കാരിൻ്റെ ഭൂമിയായി കിടന്നത് സർക്കാർ കൊടുത്തു രാജാവിൻ്റെ കാലത്ത്. അത് കഴിഞ്ഞാലാണ് ഹോട്ട്സ്പോട്ടായിട്ടുള്ള മലനിരകളുടെ ചരിവ് പ്രദേശങ്ങൾ, അവിടെയും വീട് വെക്കുന്നുണ്ട്. അവിടെ ചെയ്യുന്ന അശാസ്ത്രീയമായ കൃഷികളുണ്ട്, തന്നാണ്ട് വിളകളെന്ന് പറയാം. അതായത് ഇഞ്ചി,
കപ്പ അതുപോലെ തുടങ്ങിയിട്ടുള്ള തന്നാണ്ട് വിളകൾ വലിയ തോതിൽ മണ്ണിളക്കമുണ്ടാക്കുന്ന വിളകളാണ്. അപ്പോൾ കാർഷിക രീതികൾ, ഭൂവിനിയോഗ രീതികൾ, കെട്ടിട നിർമ്മാണ രീതികൾ, പിന്നെ റോഡ് നിർമ്മാണം, വളരെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ്. അത് ഒരു വശത്ത് നിൽക്കുന്നു. ഇനി രണ്ടാമതൊരു വശത്ത് 8 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന വയൽ 1.5 ലക്ഷം ഹെക്ടറായി മാറി. സ്വാഭാവികമായിട്ട് അവിടെ എല്ലാം പ്രളയജലം കയറുന്നുണ്ട്. എവിടെയൊക്കെ വയൽ നികത്തിയിട്ടുണ്ടോ അതിൻ്റെ അടുത്ത് വലിയ വെള്ളപ്പൊക്കം പിന്നെ ഉണ്ടാകുന്നുണ്ട്. വ്യാപകമായി കുളങ്ങൾ നികത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നഗരത്തിൽ താമരക്കുളം, പാത്രക്കുളം, എരുമക്കുളം, മാഞ്ഞാലിക്കുളം, പുത്തരിക്കണ്ടം ഇങ്ങനെയുള്ളായിരുന്ന സ്ഥലമാണ്. എല്ലാം നികത്തി. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അനുഭവിക്കുന്നത്. വ്യാപകമായി കുന്നുകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. ഇടനാടൻ കുന്നുകളും മറ്റു കുന്നുകളും വ്യാപകമായി ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. അതുണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും വളരെ വലുതാണ്. കാട്, 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 32,000 ഘന കിലോമീറ്ററിൻ്റെ വെള്ളം പിടിച്ചു നിർത്തും. ഒരു 75% കേരളത്തിൽ കാടായിരുന്നു. കാട് വെട്ടണ്ടേ? തീർച്ചയായിട്ടും കാട് വെട്ടിയിട്ടാലേ ആ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ, വീട് വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ തോത് എന്തായിരിക്കണം, അതിൻ്റെ രീതി എന്തായിരിക്കണം എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു അശാസ്ത്രീയതയും കേരളത്തിൽ വന്നിട്ടുണ്ട്. കാവുകൾ നന്നായി ജലം സംരക്ഷിച്ചിരുന്നതാണ്. ഒരുപാട് മഴവെള്ളം ഉൾക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അതിനോടനുബന്ധിച്ച് കുളം, മിക്കവാറും കാവുകളോട് ചേർന്ന് കുളമുണ്ടായിരുന്നു. അപ്പോൾ കാവുകളിൽ പെയ്തൊഴിയുന്ന വെള്ളം കുളത്തിലായിരുന്നു സംഭരിച്ചിരുന്നത്. അപ്പോൾ കാവുകൾ മിക്കവാറും എല്ലാം നമ്മൾ നശിപ്പിച്ചു, കുളങ്ങൾ നശിപ്പിച്ചു. തോടുകൾ നന്നായി തൂർത്തുപോയി എന്ന് പറഞ്ഞാൽ നികന്നുപോയി. ഒരുപാട് തോടുകൾ, ചെറിയ ചെറിയ തോടുകൾ നികന്നുപോയി. ഡാമുകളിൽ സിൽറ്റ് വന്നു. നദികളിൽ ഒരുപാട് സിൽട്ട് വന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെയും ഹൈഡ്രോളജിക്കൽ ജലശാസ്ത്രപരമായ സവിശേഷതകളെയും ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രളയത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ആഘാതം കുറച്ച് കൂട്ടുന്നത്. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 1342 ഇത്രയും ജനസംഖ്യയില്ലായിരുന്നു, ഇത്രയും വികസന പ്രവർത്തനം ഇല്ലായിരുന്നു, എന്നിട്ടും പ്രളയം വന്നല്ലോ. വരും. ഞാൻ പറഞ്ഞു, നൂറ്റാണ്ടുകൾക്കിടയിൽ, 50 വർഷത്തിനിടയിൽ, 100 വർഷത്തിനിടയിൽ വലിയ മഴ വരും. അന്തരീക്ഷത്തിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ വന്ന് കൾമിനേറ്റ് ചെയ്ത് വലിയ മഴ വരും. അത് നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ വലിയ മഴ വന്നിട്ട്, പ്രളയം വന്നിട്ടാണ് മോഹൻജദാരോ ഹാരപ്പോ സംസ്കാരമില്ലായത്, അറേബ്യൻ സംസ്കാരമില്ലാതായത്, ഗ്രീക്ക് സംസ്കാരമില്ലാതായത്, യൂഫ്രട്ടീസ് ഡൈഗ്രീസ് സംസ്കാരമില്ലാതായത്. ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങൾ, നാഗരികതകളെല്ലാം അങ്ങനെ പ്രളയത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ വരൾച്ചയിൽപ്പെട്ടോ നശിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ജനങ്ങൾ ചെയ്തതാണെന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ പ്രളയത്തിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം, അങ്ങനെ 100 വർഷത്തിലൊരിക്കൽ, 200 വർഷത്തിലൊരിക്കൽ വന്നിരുന്ന ആ ഒരു പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് തുടർച്ചയായി വരുന്നു എന്നുള്ളതും, അങ്ങനെ തുടർച്ചയായി വരുമ്പോൾ അതിൻ്റെ ദുരന്തങ്ങൾ കൂടുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് പരമാവധി പ്രകൃതിയുമായി ഒരു പ്രകൃതി വിഭവങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ പരമാവധി നമുക്ക് സംരക്ഷിക്കാൻ മാത്രമേ കരണീയമായിട്ടുള്ളൂ. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ പ്രതിസന്ധി വരും. അത് പക്ഷേ ഏതെങ്കിലും ഒരു തലമുറയിലായിരിക്കും വരുന്നത്. ഉടനെ അസുഖം വരത്തില്ല. അതേ ഉള്ളൂ വിഷയം. പനി വരും ശരീരത്തിൽ, പക്ഷേ ദീർഘകാലം കൊണ്ടേ വരത്തുള്ളൂ. പക്ഷേ അടിക്കടി ഒരു ചെറിയ തുമ്മലുണ്ടായാൽ ഉടനെ പനി വരില്ല. ഈ വ്യത്യാസമുണ്ട് ഭൂമിക്കും മനുഷ്യനുമായിട്ട്. മനുഷ്യൻ്റെ ഒരു ഉദാഹരണം വെച്ച് പറയുമ്പോൾ, അപ്പോൾ നമ്മളിവിടെ പ്രണയമഴയായിരുന്ന, അതാണ് നമ്മുടെ സബ്ജക്റ്റ്, പവിഴ മഴയായിരുന്ന, മുത്തുമഴയായിരുന്ന കേരളത്തിലെ മഴയെ, നമുക്ക് മഴ നൊസ്റ്റാൾജിയായിരുന്നു. കഥ എഴുതിയിട്ടുണ്ട്, നോവലുണ്ടായിട്ടുണ്ട്, പാട്ടുണ്ടായിട്ടുണ്ട്, സിനിമയുണ്ടായിട്ടുണ്ട്, സാഹിത്യമുണ്ടായിട്ടുണ്ട്. മേഘമൽഹാറിൻ്റെ നാടാണ് ഇന്ത്യ. ടാർസൻ പാട്ടുപാടി മഴ പെയ്യിച്ചിട്ടുണ്ട്. വൈശാലിയുടെ രാജ്യത്തിൻ്റെ കഥയുണ്ട്. ഇവിടെ മഴ പെയ്യിച്ച ഋഷശൃംഗൻ്റെ വൈശാലിയുടെ കഥയുണ്ട്. മഴ നമുക്ക് വളരെ വലിയ സ്നേഹമായിരുന്നു. മൺസൂൺ ഹങ്കാമയുണ്ടായിരുന്നു, മൺസൂൺ ടൂറിസം ഉണ്ടായിരുന്നു. മഴ നമുക്ക് ആഘോഷമായിരുന്നു, ആനന്ദമായിരുന്നു, ആഹ്ലാദമായിരുന്നു. മഴക്കാലം കഴിഞ്ഞ് ഓണം വരുമ്പോൾ വലിയ ഹർഷാരവത്തോടു കൂടിയാണ് മലയാളി അതിനെയൊക്കെ ഏറ്റിരുന്നത്. ഇതെല്ലാം മാറി മാനത്ത് മഴ കറക്കുമ്പോൾ മലയാളിക്ക് മനസ്സിൽ സങ്കടം വരുന്ന രീതിയിൽ, കഴിഞ്ഞ മഴകളിലെ മുറിവുകൾ ഓർക്കുമ്പോൾ
വലിയ സങ്കടം വരുന്ന രീതിയിൽ മഴ മാറ്റിയെടുത്തതിൽ, അല്ലെങ്കിൽ മഴയെ പ്രളയമാക്കിയതിൽ, ഉരുൾപൊട്ടലാക്കിയതിൽ നമ്മുടെ പങ്കുണ്ടോ എന്ന് ചർച്ച ചെയ്യണം. ഉണ്ടെന്നും ഇല്ലെന്നും ചിലപ്പോൾ തർക്കം വന്നേക്കാം. അതിൻ്റെ അളവിനെ സംബന്ധിച്ച് തർക്കമുണ്ടായിരിക്കാം, ക്വാളിറ്റിയെ സംബന്ധിച്ചും ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചും തർക്കമുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പരിശോധിക്കപ്പെട്ടേ കഴിയൂ എന്നുള്ളതാണ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന വലിയൊരു സത്യം.